ഇടതുപക്ഷത്തിന്റെ അവസാനത്തിന്റെ ആരംഭമെന്ന് കെ മുരളീധരൻ. അതേസമയം DGPയുടെ റിപ്പോർട്ടിൽ P ശശി വെള്ളം ചേർത്തെന്നും കെ മുരളീധരൻ ആരോപിച്ചു. ഇല്ലെങ്കിൽ ഇതിലും വലിയ നടപടി എടുക്കണമായിരുന്നു. നിയമസഭാ സമ്മേളനം കഴിയുമ്പോൾ ADGPക്കെതിരായ നടപടി പിൻവലിക്കുമെന്നും കെ മുരളീധരൻ ആരോപിച്ചു. ബിനോയ് വിശ്വത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. ഈ തീരുമാനം ഇടതുപക്ഷത്തിൻ്റെ വിധിയാണ്. ഞാൻ പറയുന്നു, ഇടതുപക്ഷത്തിൻ്റെ അന്ത്യകൂദാശ നൽകുന്ന തീരുമാനമാണ് ഇന്നെടുത്തിട്ടുള്ളത്. അജിത് കുമാറിന് സസ്പെൻഷൻ ഇല്ല. അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള അന്വേഷണത്തിൽ DGPയുടെ റിപ്പോർട്ടാണ് ഇന്ന് കാലത്ത് ക്ലിഫ് ഹൗസിൽ യോഗം വിളിച്ച് ആ റിപ്പോർട്ടിൽ വെള്ളം ചേർത്തത്. ഇന്ന് കാലത്ത് യോഗം കൂടിയപ്പോൾ എല്ലാവരും പറഞ്ഞ എന്താ ഇപ്പോൾ ആക്ഷൻ വരുന്നത്. ശശീൻ്റെ സാന്നിധ്യം കണ്ടപ്പോഴേ ഞങ്ങൾ പറഞ്ഞു ഇത് DGPയുടെ റിപ്പോർട്ടിൽ വെള്ളം ചേർക്കാനുള്ള. അത് വെള്ളം ചേർത്തു. കാരണം DGPയുടെ റിപ്പോർട്ട് വസ്തുനിഷ്ഠമായി നടപ്പാക്കിയാൽ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണം. ഏതായാലും ഇടതുപക്ഷ മുന്നണിയുടെ അവസാനത്തിൻ്റെ ആരംഭമാണ് ഇന്നത്തെ തീരുമാനം. അത്രേ പറയുന്നുള്ളൂ. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഈ അസംബ്ലി സമ്മേളനം കഴിഞ്ഞാൽ അടുത്ത ദിവസം അജിത് കുമാറിന് ലോ ആൻഡ് ഓർഡർ തിരിച്ചു കൊടുക്കും.